1000 രൂപ ചിലവാക്കിയാൽ സ്കൂൾ മാനേജ്മെന്റിന് ഒരു കുട്ടിയുടെ ജീവൻ രക്ഷിക്കാമായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. തികഞ്ഞ അനാസ്ഥയാണ് മിഥുൻ എന്ന 13-കാരന്റെ ജീവൻ നഷ്ടമാകാൻ കാരണമെന്നും നാട്ടുകാർ പറഞ്ഞു. ഞങ്ങളുടെ പ്രതിനിധി മനോജിനോട് നാട്ടുകാർ നടത്തിയ പ്രതികരണങ്ങളിലേക്ക്. നമ്മളൊരു വീട് വെക്കുവാണെങ്കിൽ അവർ പെർമിഷൻ തരുമോ? ഇല്ല. അപ്പൊ കുഞ്ഞുങ്ങളാകുമ്പോൾ ചോദിക്കാനും പറയാൻ ആരുമില്ല രീതിയിലാണ് അത് കൊടുത്തിരിക്കുന്നത്. അത് ഏറ്റവും വലിയ തെറ്റ് തന്നെയാണ്. അത് നമ്മൾ അതിനോട് ഇതാണ്. അതായത് ഒരു 13 വയസ്സുകാരന്റെ ജീവനാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത്. എല്ലാവരും അധ്യാപകരടക്കം വലിയ സങ്കടത്തിലാണ്. പക്ഷേ ഇത് കൃത്യമായിട്ടുള്ള നടപടി നേരത്തെ സ്വീകരിച്ചിരുന്നെങ്കിൽ ആ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ സാറേ അതാരും ചെയ്യൂല. ഒരെണ്ണം വന്നെങ്കിൽ മാത്രമേ ഒന്ന് അവർ ചെയ്യുള്ളൂ. ഇതൊരു അപകടം വരുമ്പോഴേ ഏതൊരു കാര്യം അങ്ങനെയാണ് നമ്മുടെ കേരളത്തിൽ സംഭവിക്കുന്നത്. ഒന്ന് ബലിയാടാവുമ്പം ഒന്നിതാവും, അല്ലാതെ ഒന്നും അവർ മുൻകൂട്ടി ആരും ഒന്നും ചെയ്യത്തില്ല. അല്ലെങ്കിൽ അവസ്ഥ ഞങ്ങളൊക്കെ പണ്ടേ പഠിച്ച സ്കൂളാണ്. അതിന്റെ അവസ്ഥ നോക്ക്. നമ്മൾ നേരെ മറിച്ച് ഒരു ഷെഡ് പണിയെങ്കിൽ അവർ 1000 പടി കയറി ഇറങ്ങണം, എന്നാലും അവർ പെർമിഷൻ തരത്തില്ല. ഇവിടെ ചോദിക്കാനും ആരും ഇല്ലാത്തതിന്റെ വില എന്തുവാകും? ഇപ്പൊ ആ കുഞ്ഞ് പോയതാരും അവരപ്പനും അമ്മനും പോയി, അത്രയേ ഉള്ളൂ. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു കുഞ്ഞ് നഷ്ടപ്പെടുമ്പോഴേ നമുക്ക് ആ വേദന അറിയത്തുള്ളൂ. അത് ആദ്യം മനസ്സിലാക്കണം. ഒരെണ്ണം നടക്കുന്ന സമയത്ത് അത് മുൻകൂട്ടി ചിന്തിക്കണം. ഇവിടെ അങ്ങനെയല്ല നടക്കുന്നത്. ഇവിടെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷം അതിന് കുറെ ഇറങ്ങിത്തിരിക്കും. ഒരു അർത്ഥമില്ല അതിൽ. നമ്മളതേ പറയുന്നുള്ളൂ. നമ്മുടെ കുഞ്ഞ് ഇവിടെ പഠിക്കുന്നത്, എന്റെ മോന്റെ കൂടെ പഠിക്കുന്ന കുഞ്ഞാണത്. ആ വേദന അവരുടെ രക്ഷാകർത്താക്കേ ഉള്ളൂ. ഒരു 1000 രൂപ മതിയായിരുന്നു. ആ ഒരു കേബിൾ ഇടുകയോ അല്ലെങ്കിൽ പൈപ്പ് ഇടുകയോ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു വിഷയം വരത്തില്ലായിരുന്നു. അതിന്റെ അപ്പുറത്ത് തന്നെ ഇപ്പൊ എല്ലാ ഇലയും പിടിച്ച് മരവും പിടിച്ച് ലൈൻ കമ്പിയെല്ലാം ടച്ചായി കിടക്കുക. ഇവർ ഇതിനുള്ള ആ ഒരു സുരക്ഷാ സംവിധാനങ്ങളൊന്നും അവർ ചെയ്യുന്നില്ല. നിരവധി കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്. അപ്പം ഈ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് ഒരു പരിശോധനയൊക്കെ നടത്തിയിട്ടല്ലേ തുറക്കേണ്ടതാണ്. പക്ഷെ അതുപോലെ പരിസരവാസികൾക്കും അങ്ങനെ കയറാനുള്ള ഒരു അവകാശം നമുക്ക് തീർച്ചയായും അധികൃതരാണ് അത് ചെയ്യേണ്ടത്. അത് ചെയ്തില്ല എന്ന് തന്നെ നമുക്ക് ഇത് മനസ്സിലാക്കാമല്ലോ. നമ്മളിപ്പോ പറഞ്ഞിട്ട് ഇപ്പൊ ഒരു അപകടം സംഭവിച്ചു. ഇനിയാണെങ്കിൽ അതിനെപ്പറ്റി ആലോചിക്കുക, ചിന്തിക്കുക വേണ്ടത്. കാറ്റും മഴയും വന്നപ്പം അവർ ഈ റോഡ് സൈഡ് മൊത്തം നടന്നു. ഈ സ്കൂളിനകത്ത് കയറി ശ്രദ്ധിച്ചെങ്കിൽ ഈ അപകടം ഒഴിവായനെ. ഇവിടെ എന്തുമാത്രം കാറ്റടിച്ചെന്നറിയോ? എവിടെല്ലാം കേബിൾ പൊട്ടി വീണു. എന്നിട്ട് എന്തുകൊണ്ട് അവരെ ശ്രദ്ധിച്ചില്ല? ഇതൊക്കെ അനാസ്ഥ തന്നെയാണ്. അവർക്ക് പൈസ മാത്രം മതി. അതിനെതിരെ നമ്മൾ പറയുന്നുള്ളൂ. കേട്ടോ, നിരുത്തരവാദപരമായിട്ടാണ് ഇവിടുത്തെ മാനേജ്മെന്റ് പെരുമാറുന്നത്. മാനേജ്മെന്റ് ചെയ്യുന്ന പറഞ്ഞാൽ അവർക്ക് ഇവിടുത്തെ ഈ കുട്ടികളുടെ സൗകര്യമോ സുരക്ഷിതത്വമോ ഒന്നുമല്ല അവരുടെ നോട്ടം. അവരുടെ നോട്ടം വേറെ ചില കാര്യങ്ങളാണ്. ഇത്രയും ഒരു കൊച്ചു പയ്യൻ, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യൻ മരണപ്പെടാനുള്ള സാഹചര്യം കൃത്യമായിട്ട് അവരുടെ ഈ മാനേജ്മെന്റിന്റെയും ഇവിടുത്തെ സ്റ്റാഫിന്റെയും നിരുത്തരവാദമായിട്ടുള്ള പെരുമാറ്റത്തിന് പുറത്തുണ്ടോ? കാര്യം ഇവരെ നിയമിക്കുന്ന സ്റ്റാഫന്മാരെ ഇവിടെ ഉള്ളത്, മാനേജ്മെന്റ് നിയമിക്കുന്ന സ്റ്റാഫന്മാരെ ഇവിടെ ഉള്ളത്. അവർ കാണിക്കുന്ന വളരെ മോശമായ ഒരു നിരുത്തരവാദമായിട്ടൊരു വിധം കൊണ്ടാണ് ഒരു കൊച്ചു പയ്യന്റെ ജീവൻ നഷ്ടപ്പെട്ടത്. അതിന് നിങ്ങളെല്ലാം പ്രതികരിക്കുക. കൊല്ലം തേവലക്കരയിലെ സ്കൂളിൽ വച്ച് വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ സ്കൂൾ മാനേജ്മെന്റിന്റെ അനാസ്ഥ എന്ന് തന്നെയാണ് നാട്ടുകാർ അടക്കം പറയുന്നത്. മനോജ്, സ്കൂൾ മാനേജ്മെന്റിന്റെ അനാസ്ഥ എന്നാണ് നാട്ടുകാരടക്കം ആരോപിക്കുന്നത്. കാരണം യാതൊരു തരത്തിലും ഇവർ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നില്ല. ചെറിയൊരു തുക മുടക്കിയാൽ ഒരു പക്ഷേ ആ ലൈൻ കമ്പി വലിച്ചു കെട്ടുന്നതിനോ അല്ലെങ്കിൽ അത് മാറ്റി സ്ഥാപിക്കുന്നതിനോ ഒക്കെ സാധിക്കുമായിരുന്നു. പക്ഷേ അങ്ങേയറ്റം നിരുത്തരവാദപരമായ ഒരു സമീപനമാണ് CPM ഭരിക്കുന്ന സ്കൂൾ മാനേജ്മെന്റ് സ്വീകരിച്ചത് എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്. എന്ന് മാത്രമല്ല, ഇപ്പോൾ ഈ മാനേജ്മെന്റിനെ സംരക്ഷിക്കുന്നതിനായി ചില ന്യായീകരണവാദങ്ങളുമായിട്ടാണല്ലോ പലരും രംഗത്തെത്തിയിട്ടുള്ളത്. ഇത് പൊറുക്കാനാകാത്ത ഒരു കാര്യം തന്നെയല്ലേ? ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടക്കുന്നതും സ്കൂൾ വളപ്പിൽ തന്നെയല്ലേ? നിഷേധം ശക്തമാക്കുക. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ഈ അധികൃതരെ വെള്ളപൂച്ചുവാൻ വേണ്ടിയിട്ട് ഇവിടെ ചിലർ ശ്രമിച്ചു എന്നുള്ളതാണ് ആരോപിക്കുന്നത്. അവരെ ന്യായീകരിക്കുവാൻ വേണ്ടിയിട്ട് പലരും ശ്രമിച്ചു എന്നുള്ളതാണ്. എന്തായാലും മാനേജ്മെന്റ് സംരക്ഷിക്കുവാനുള്ള ഒരു ശ്രമം നടന്നു. അതിനെതിരെയാണ് ഇപ്പോൾ ശക്തമായിട്ടുള്ള പ്രതിഷേധം. ഇപ്പോൾ ആരോപിക്കുന്നത് അവരെ ന്യായീകരിക്കുവാൻ വേണ്ടിയിട്ട് പലരും ശ്രമിച്ചു എന്നുള്ളതാണ്. എന്തായാലും മാനേജ്മെന്റ് സംരക്ഷിക്കുവാനുള്ള ഒരു ശ്രമം നടന്നു. അതിനെതിരെയാണ് ഇപ്പോൾ ശക്തമായിട്ടുള്ള പ്രതിഷേധം. ഇപ്പോൾ BJPയുടെ EC ജില്ലാ പ്രസിഡന്റ് രാജീവ് പ്രസാദ് ഉൾപ്പെടെ ഈ സ്കൂളില് ഓഫീസിന് മുന്നിലേക്ക് എത്തി പ്രതിഷേധിക്കുകയാണ്. എന്തായാലും പ്രതിഷേധം ശക്തമാക്കുവാൻ തന്നെയാണ് BJPയുടെയും നാട്ടുകാരുടെയും തീരുമാനം. കാരണം ഈ സ്കൂളിന് മുന്നിലെ ഗേറ്റ് മുന്നിൽ നിരവധി പ്രവർത്തകർ ഇപ്പോൾ തടിച്ചുകൂടിയിട്ടുണ്ട്. അവരൊക്കെ തന്നെ ഈ ഗേറ്റ് തള്ളി തുറന്ന് ഉള്ളിലേക്ക് കയറുവാനുള്ള ഒരു ശ്രമമാണ്. പക്ഷെ പോലീസ് അത് തടയുന്നുണ്ട്. എന്തായാലും ഈ ഓഫീസിന് മുന്നിലാണ് ഇപ്പോൾ BJP പ്രവർത്തകർ കുത്തിയിരിക്കുന്നത്. കൃത്യമായൊരു
പറയുന്നു. ഈ സ്കൂൾ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ KSEയുടെ ഭാഗത്തു നിന്നും ഒക്കെയുള്ള അനാസ്ഥ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. എന്തായാലും ഈ ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഇങ്ങോട്ടേക്ക് എത്തി അന്വേഷിക്കുമെന്ന് പറയുമ്പോഴും അതിൽ ഏത് ഭാഗത്താണ് അനാസ്ഥ ഉണ്ടായതെന്ന് കൃത്യമായി പറയാൻ അവർ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. KSEB പറയുന്നത് 15-ാം തീയതി, അതായത് ജൂൺ 15-ാം തീയതി ഒരു റിപ്പോർട്ട്, ഈ ഷെഡുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സ്കൂളിൽ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ അതിലൊരു നടപടിയും സ്വീകരിക്കുവാൻ മാനേജ്മെന്റ് തയ്യാറായിട്ടില്ല എന്നുള്ളതും നാട്ടുകാർ ആരോപിക്കുന്നുണ്ട്. നേരത്തെ തന്നെ നമ്മൾ പല പ്രതികരണങ്ങളിലും കേട്ടതാണ്. നാട്ടുകാരൊക്കെ പറയുന്നു തങ്ങളൊക്കെ പഠിച്ച സ്കൂളാണ്, ആ സ്കൂളിൽ ഓരോ കെട്ടിടം നിർമ്മിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പഴയ കെട്ടിടവും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഷെഡ് നിർമ്മിച്ചിരിക്കുന്നത് ഒരു തരത്തിലുള്ള സുരക്ഷാ മുൻകരുതലുകളും സ്വീകരിക്കാതെയാണ് എന്നുള്ളതാണ്. അതായത് ഈ ഷെഡിന് മുകളിലൂടെ തൊട്ട് ചേർന്നുകൊണ്ട് തന്നെ വൈദ്യുത ലൈൻ പോകുന്നുണ്ട്. ആ വൈദ്യുത ലൈനിൽ പിടിക്കുമ്പോഴാണ് ആ കുട്ടിക്ക് അപകടം സംഭവിക്കുന്നത്. അതായത് തന്റെ ചെരുപ്പ് നഷ്ടപ്പെട്ടപ്പോൾ ആ ചെരുപ്പ് എടുക്കുവാൻ വേണ്ടി മേൽക്കൂരയ്ക്ക് മുകളിലേക്ക് കയറുന്ന വിദ്യാർത്ഥിയാണ് തെന്നി വീഴുമ്പോൾ ആ വൈദ്യുത ലൈനിൽ പിടിച്ച് തന്റെ ജീവൻ നഷ്ടമാകുന്നത്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ഈ മാനേജ്മെന്റിനെ വെറുതെ വിടില്ല എന്നുള്ളത് തന്നെയാണ് BJP പ്രവർത്തകരടക്കം ഇവിടെ വ്യക്തമാക്കുന്നത്. എന്തായാലും BJP നേതൃത്വം അടക്കം ഇവിടെ എത്തി ഈ ഒരു പ്രതിഷേധത്തിന് നേതൃത്വം കൊടുക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ പ്രവർത്തകർ മാത്രമല്ല, ഈ സ്കൂളിന് മുൻവശത്ത് ഗേറ്റിന് പുറത്ത് നിരവധി പ്രവർത്തകർ സംഘടിച്ചെത്തിയിട്ടുണ്ട്. അവരൊക്കെ തന്നെ സ്കൂളിനുള്ളിലേക്ക് കയറുവാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. എന്തായാലും നമ്മളോടൊപ്പം BJP കൊല്ലം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് രാജീവ് പ്രസാദ് കൂടെ പ്രതികരിക്കും. എന്തായാലും പ്രതിഷേധം ശക്തമാക്കും. എന്തായാലും നമ്മളോടൊപ്പം BJPയുടെ ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് രാജീവ് പ്രസാദ് കൂടെ പ്രതികരിക്കും. എന്തായാലും പ്രതിഷേധം ശക്തമാക്കും. തീർച്ചയായിട്ടും. കാരണം എന്ന് വെച്ചാൽ ഇത് സ്കൂളിന്റെയും അതേപോലെ തന്നെ കാരണം ഇത്തരത്തിലുള്ള അനാവസ്ഥ നമുക്കറിയാം. സ്കൂൾ അധ്യയന വർഷം തുടങ്ങിയ സമയമാണ്. പക്ഷേ അധ്യയന വർഷം തുടങ്ങുന്ന സമയത്ത് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് സ്കൂളുകൾക്ക് നൽകണം. ഇതാരാണ് ഇത്തരത്തിലുള്ള ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയതെന്ന് ഇവിടുത്തെ പഞ്ചായത്ത് ഭരണകൂടവും ജനങ്ങളുടെ മുന്നിൽ ബോധ്യപ്പെടുത്തണം. അതേപോലെ തന്നെ CPM ഭരിക്കുന്ന ഈ സ്കൂളിൽ ഇത്തരത്തിൽ ഒരു കുട്ടി മരിക്കാനുണ്ടായ സംഭവത്തിൽ വളരെ വലിയ സമര പരിപാടികളുമായി ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. തീർച്ചയായും. എന്തായാലും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയിട്ട് ആരാണ് നൽകിയിട്ടുള്ളത് എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു വ്യക്തത വേണമെന്നും അതോടൊപ്പം തന്നെ ഇതിൽ നടപടി ഉണ്ടാകണമെന്നതാണ് BJP ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം തന്നെ RSPയുടെയും യൂത്ത് കോൺഗ്രസിന്റെയും അടക്കം പ്രവർത്തകർ പ്രതിഷേധവുമായി ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. എന്തായാലും BJP പ്രവർത്തകർ ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുന്നത് ഈ ഓഫീസിന് മുന്നിലെയാണ്. സ്കൂളിലെ തന്നെ ഉള്ളിലേക്ക് BJP പ്രവർത്തകർ എത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ പ്രതിഷേധം നടക്കുന്ന കെട്ടിടത്തിന് തൊട്ടു പുറകിലാണ് ഈ കുട്ടി മരിക്കുവാനിടയായ ഒരു സാഹചര്യം ഉണ്ടായത്. ആ തൊട്ടു പിന്നിലെ കെട്ടിടത്തിലാണ് 9, 8, 10 ക്ലാസ്സുകളൊക്കെ ഉള്ളത്. ആ ക്ലാസ്സിനുള്ളിൽ നിന്നും ആ മേൽക്കൂരയിലേക്ക് കയറാൻ പറ്റിയ ഒരു സാഹചര്യമുണ്ട്. അവിടെയാണ് കുട്ടി എത്തിയത്. അവിടെ എത്തുമ്പോഴാണ് തെന്നി വീഴുന്നതും ആ വൈദ്യുതി ലൈനിൽ പിടിക്കുന്നതും. എന്തായാലും വളരെ ദാരുണമായിട്ടുള്ള ഒരു സംഭവം, അപകടം അതിന് പിന്നിൽ ഉള്ളത് ഇത്തരത്തിലുള്ള അനാസ്ഥയാണ് എന്നുള്ളത്